மனிதன் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. சோகம் உன்னை தாக்கும் என்றென்றும் போது வந்து அழகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி പുനിതമാനது. ചിദംബരം എസ് പൊതുവാൾ രചനയും സംവിധാനവും നിർവഹിച്ച് 2024 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള ഭാഷാ ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. പറവ ഫിലിംസിന് വേണ്ടി ബാബു ഷാഹിർ, സൗബീൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണിത്. മഞ്ഞുമേൽ എന്ന നാട്ടിലെ ഒരു കൂട്ടം സുഹൃത്തുക്കളെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് സിനിമ പറയുന്നത്. സൗബീൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി എസ് പൊതുവാൾ, ലാൽ ജൂനിയർ, ദീപക് പറമ്പോൽ, അഭിരാം രാധാകൃഷ്ണൻ, അരുൺ കുര്യൻ, ഖാലിദ് റഹ്മാൻ, ചന്തു സലീംകുമാർ, വിഷ്ണു രഘു എന്നിവർ നേതൃത്വം നൽകുന്ന ഒരു സംഘമാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലേക്ക് വിനോദയാത്ര പോയവർ നേരിട്ട അനുഭവങ്ങളാണ് കഥയുടെ പ്രധാന തന്തു. ഞങ്ങളെന്ന് അനുഭവിച്ചത് തന്നെയാണ് സിനിമയിൽ കാണിച്ചത്. കരഞ്ഞുപോയി, യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് പറയുന്നു. ജാനേമൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം എസ് പൊതുവാൾ സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് മികച്ച പ്രതികരണവുമായി തിയേറ്ററുകളിൽ നിറയുകയാണ്. ഒരു രാത്രി കൊണ്ട് സ്റ്റാർ ആയവരല്ല മഞ്ഞുമൽ ബോയ്സ്. 2006 തൊട്ട് സെലിബ്രിറ്റീസ് ആയിരുന്നു ഇവർ. എന്നാൽ അത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നതിനാൽ ഇത്രത്തോളം ആളുകൾ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. അന്നെല്ലാ പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കോളേജിലെത്തുമ്പോൾ അല്ലെങ്കിൽ ജോലിയൊക്കെയായി നാട്ടിലെ ക്ലബിൽ നിന്നൊക്കെ ഒരുമിച്ച് പൈസ പിരിവിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് ആലോചിക്കുമ്പോൾ ഗോവ, മണാലി, ഗോകർണം, മൈസൂർ, ഊട്ടി തുടങ്ങി പല സ്ഥലങ്ങളും പ്ലാനുകളും മറ്റും ചർച്ചയിൽ വരുമ്പോഴും ഒട്ടുമിക്ക പേരും അവസാനം എത്തിപ്പെടുന്നത് മൂന്നാറോ കൊടൈക്കനാലോ ഒക്കെ ആയിരിക്കാം. 2006 എറണാകുളത്തെ മഞ്ഞുമൽ എന്ന പ്രദേശത്ത് നിന്നും 11 യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നതും അതിലൊരാൾ ഗുണ കേവ്സിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി സിനിമ നിർമ്മിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുക എന്ന് തന്നെയാണ്. സിനിമ റിലേഴ്സിനോടെടുക്കുമ്പോൾ തന്നെ എന്താണ് ചിത്രത്തിൻ്റെ പ്രമേയമെന്നും എങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നതെന്നുമുള്ള കൃത്യമായ ധാരണയോടുകൂടി തന്നെയാവും ഭൂരിപക്ഷം പ്രേക്ഷകരും സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തുന്നത്. എന്നാൽ മുൻധാരണകൾക്കപ്പുറത്തേക്ക് പ്രേക്ഷകരെയെല്ലാം സീറ്റിൻ്റെ അറ്റത്തേക്ക് നീക്കിയിരുത്തുന്ന മലയാളത്തിലെ മികച്ച സർവൈവൽ ത്രില്ലറുകളുടെ കൂട്ടത്തിലേക്കാണ് മഞ്ഞുമൽ ബോയ്സും എത്തി നിൽക്കുന്നത്. ടെക്സ്റ്റിൽ നിന്ന് ദൃശ്യത്തിലേക്ക് വരുമ്പോഴുള്ള മാജിക്ക് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ വിജയം. ചിദംബരം സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള റിസർച്ചിൻ്റെ ഫലമാണ് മികച്ചൊരു സിനിമാറ്റിക് അനുഭവമായി ചിത്രത്തെ മാറ്റിയെടുക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായി പഠിക്കുകയും യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ നേരിൽ പോയി കാണുകയും തുടർന്ന് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുകയും ശേഷം അതൊരു റെഫറൻസായി ഉപയോഗിച്ച് തിരക്കഥാരചനയും കാസ്റ്റിംഗ്, പ്രൊഡക്ഷൻ, ഡിസൈൻ തുടങ്ങിയവ നടത്തുകയും ചെയ്യുക എന്നത് തീർച്ചയായും കയ്യടി അർഹിക്കുന്ന കാര്യമാണ്. കൂടാതെ സാധാരണ സർവൈവൽ ത്രില്ലറുകളിൽ കണ്ടുവരുന്ന വിക്ടിം വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി പുറത്തുള്ള ആളുകളുടെ മനോനിലകളിലേക്കും സിനിമ സഞ്ചരിക്കുന്നത് മനോഹരമാണ്. ചലച്ചിത്രത്തിൽ പോലീസ് എന്ന അധികാരവർഗം മാത്രമായി നിലകൊണ്ട ആളുകൾ ഒരു ഘട്ടത്തിൽ അനുകമ്പ എന്ന വികാരമുണർന്ന് മനുഷ്യരായി പരിണമിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഗൈഡും കടയിലെ ചേട്ടനും ഫോട്ടോഗ്രാഫറുമായ പ്രദേശവാസികളിലും കാണാൻ സാധിക്കുന്നത്. അത്തരമൊരു വികാരം തന്നെയാണ് മനുഷ്യനെ പ്രതീക്ഷകളില്ലാത്ത നേരങ്ങളിൽ പോലും ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് തൊഴിലാളി വർഗമായതുകൊണ്ട് തന്നെ മഞ്ഞുമൽ എന്ന പ്രദേശവും അവിടെയുള്ള വ്യാവസായികവൽക്കരണവും
മലിനീകരണത്തിൻ്റെ രീതിയും ചെറിയ രീതിയിലെങ്കിലും സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സിൻ്റെ ചെറുപ്പകാലം കാണിക്കുമ്പോഴുള്ള പച്ചപ്പ് പിന്നീട് അവരുടെ 20കളിലും 30കളിലും മാഞ്ഞു പോകുന്നതും വ്യാവസായിക സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതും പിൻവാങ്ങുന്നതും സിനിമയിൽ കാണാൻ കഴിയും. എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ മലിനീകരണത്തോടു കൂടിയ ഇടങ്ങളിലൊന്നുകൂടിയാണ് ഇന്ന് മഞ്ഞുമൽ എന്ന സ്ഥലം. അജയൻ ചാലിശ്ശേരിയുടെ പ്രൊഡക്ഷൻ ഡിസൈനിലും ഷൈജു ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രാഫിയിലും സുഷിൻ ശ്യാമിൻ്റെ സംഗീതത്തിലും ഏറ്റവും മികച്ചതായി നിൽക്കുന്നതിനൊപ്പം സർവൈവൽ ത്രില്ലർ ചിത്രങ്ങളിലെ മലയാളത്തിലെ ഒരു ബെഞ്ച് മാർക്ക് കൂടിയാവുന്നു ചിദംബരത്തിൻ്റെ മഞ്ഞുമൽ ബോയ്സ്. കൂടാതെ കഥാപാത്രങ്ങളുടെ കൃത്യമായ തിരഞ്ഞെടുപ്പും മികവുറ്റ പ്രകടനവും ചിത്രത്തെ തിയേറ്ററുകളിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാക്കി മാറ്റുന്നുണ്ട്. എന്നിരുന്നാലും ആകെ മൊത്തത്തിൽ ടെക്നിക്കലി ബ്രില്യൻ്റായ ഒരു സിനിമയാണ് ചിദംബരം എസ് പൊതുവാൾ തൻ്റെ രണ്ടാമത്തെ സൃഷ്ടിയിലൂടെ മലയാളത്തിന് സമ്മാനിച്ചിരിക്കുന്നതെന്ന് ഉറപ്പായിട്ടും പറയാം. ചലച്ചിത്രത്തിൽ ഈ സുഹൃത്തുക്കളിൽ ഉണർന്ന് നിൽക്കുന്ന ഒരു ഭാവം എന്ന് പറയുന്നത് സഹായിക്കാനുള്ളൊരു ഭാവം തന്നെയാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികളിൽ പലർക്കും തൻകാര്യം നോക്കി പോകുമ്പോൾ അത് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണാം. ഇത്തരം ചില നല്ല ഗുണങ്ങളെ ഈ സിനിമ തിരിഞ്ഞു പിടിക്കുന്നുണ്ട്, തിരിച്ചെടുക്കുന്നുണ്ട്. ഇത് വലിയൊരു ഇൻസ്പിറേഷനാണ് പുതിയ തലമുറയ്ക്കും പുതിയ ഒരു സംസ്കാരത്തിനുമൊക്കെ വലിയൊരു ഇൻസ്പിറേഷൻ. അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ഒരു കഥയോ ഒരു സിനിമയോ കലയ്ക്കോ അപ്പുറം നമ്മളോട് ചില സത്യങ്ങളും സംവദിക്കുന്നുണ്ട്. மனிதன் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. உண்டான காயமெங்கும் தன்னாலே மாறிப்போன மாயமென்ன பொன்மானே பொன்மானே, என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது செந்தேனே, எந்தன் காதல் என்னவென்று சொல்லாமல் எங்க எங்க அழை வந்தது, எந்தன் சோகம் உன்னை தாக்கும் என்றென்றும் போது வந்து அழகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டு சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அது உனக்கு புரியுமா, சுபலாலி லாலி 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 அபிராமி லாலி லாலி லாலி